വിൻക റോസിയ ചെടികളെ പറ്റി നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. ഔഷധ ഗുണങ്ങളെ പറ്റിയും അവയെ കാര്യമായിട്ട് കീടങ്ങൾ ബാധിക്കില്ല എന്നും. അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ചെടിയാണ് ഈ മുളകുകൾ. നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്, കാര്യമായിട്ടുള്ളൊരു കീടബാധ കാണുന്നില്ല. ഇതാണ് തൊട്ടടുത്തുള്ള വിൻക റോസിയ ചെടി. തുടക്കത്തിൽ മുളകിൽ നല്ല വലിയൊരു മുളകുണ്ടായി നിൽക്കുന്നത് കണ്ടല്ലോ. സാധാരണ ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടെ മുളകുണ്ടാവൽ വളരെ മോശമാണ്. കാരണം ഇതുപോലത്തെ മുളകൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. ഈ ചെടിയാണെങ്കിൽ ഞാൻ കറി വയ്ക്കാൻ വാങ്ങിച്ച ഉണക്കമുളകില്ലേ, ചുവന്ന മുളക് നട്ടിട്ടുണ്ടാക്കിയതാണ് ഈ ചെടികളൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ചോദ്യം, ഈ വിൻക റോസിയ കീടങ്ങൾ കാര്യമായിട്ട് ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പൂക്കളുള്ള സമയത്താണ് അതിനൊരു ചെറിയ മണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ തൊട്ടടുത്തുള്ള അതേ ചെടിച്ചട്ടിയുള്ള മുളകിൻ്റെ അടുത്ത് കീടങ്ങൾ വരാതെയാണോ മുളക് വലിയ കുഴപ്പമില്ലാതെ പോണത്? അങ്ങനെയാണ് ഒരു നല്ല സൂത്രമാണല്ലോ. എല്ലാ മുളക് നടുന്ന ചെടിച്ചട്ടികളിലും ഒരു വിൻക റോസിയും കൂടെ നട്ട് കഴിഞ്ഞാൽ സംഗതി ശരിയാവുമോ എന്നൊരു ചിന്ത. ഇത് വേറൊരു ഭാഗത്തുള്ള മുളക് ചെടിയാണ്. കണ്ടാൽ അറിയാം, അതിൻ്റെ ഇലകളൊക്കെ പകുതി മുക്കാലും പുതിയ ഇലകളൊക്കെ കേടാ, കണ്ടില്ലേ, കുരുടിച്ചു പോകാമെന്നാണ് ഞാൻ അതിന് പറയാറ്. പക്ഷേ പണ്ട് ചെറുപ്പത്തിലാകുമ്പോൾ കോഴിവളം ഇട്ട് കൊടുക്കാറാണ്, അപ്പോൾ ശരിയാവുമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കാലത്തെ മുമ്പത്തെ ഓർമ്മയായതുകൊണ്ട് എനിക്ക് അത്ര ഉറപ്പില്ല.